അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കണ്ണൂർ മട്ടന്നൂരിൽ നടന്ന ഒരു സംഭവമുണ്ട്. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ. ഈ പൊന്നുമോൻ വീട്ടിൻ്റെ മുൻവശത്ത്, നമുക്ക് റബീഉൽ അവ്വലാണല്ലോ, മുത്തുനബിയുടെ ജന്മദിനമാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ അലങ്കാരമായി തൂക്കിയിട്ടിരുന്നു. അതിൻ്റെ ചെറിയൊരു ഷോട്ട് വന്ന് ആ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുകയും പിന്നെ തെറിച്ചു വീഴുകയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമായി. പിന്നീട് ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരെ, കാണുമ്പോൾ കേട്ടപ്പോൾ സങ്കടം തോന്നും. ഒരു ചെറിയ പൊന്നുമോൻ അല്ലേ? നമുക്ക് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വലിയ പുഞ്ചിരിയും വലിയൊരു പാവതയും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അള്ളാഹു താല പൊന്നുമോന് റബ്ബ് സ്വർഗം കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു താല ക്ഷമ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. ഈ പുണ്യമാന റബീഉൽ അവ്വലിനെ ഇപ്പോൾ പരിശുദ്ധമായി പുണ്യമാന ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പുതിയ പുത്തനാശയവുമായി കടന്നു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇന്ന് ഓണത്തിന് പല പരിപാടിയിൽ അവർക്ക് പങ്കെടുക്കാം, ആഘോഷം നടത്തുകയൊക്കെ ചെയ്യാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പുണ്യമായ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പല ആൾക്കാരും ഇന്ന് രംഗത്തുണ്ട്. ഓണത്തിന് പോവുകയും അതുപോലെ തന്നെ അത്തക്കളം കാണാൻ പോവുകയും അതിലേക്ക് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിട്ട്, പക്ഷേ റബീഉൽ അവ്വലിനെ മാത്രം, റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തെ മാത്രം അവഹേളിക്കുന്ന, അവിടുന്ന് കളിയാക്കി പറയുന്ന ചില ആളുകളെ ഇന്ന് നമ്മൾ കണ്ടുവരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല ഇവർ ക്രിസ്മസ് വന്ന ആ ഇതിനും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ അവർക്ക് പ്രശ്നമാണ്. അങ്ങനത്തെ മുസ്ലിമിൻ്റെ പേരും വെച്ച് തന്നെ ഇന്നും പല ആളുകൾ, മുജാഹിദ്, സലഫി, ചില ആളുകൾ ഇന്നും രംഗത്തുണ്ട്. റബ്ബ് അവർക്ക് അള്ളാഹു ബോധം നൽകട്ടെ. നമുക്ക് നന്മയുടെ പക്ഷം നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പല സ്ഥലങ്ങളിൽ റബീഉൽ അവ്വലിൻ്റെ ഓരോ അവസ്ഥ കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. ഇതുപോലെ എന്നും ഇതുപോലെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. ഈ വിമർശിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയാൻ ഒരു കാരണമാകും. ഇന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഞാൻ കണ്ടപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ചെറിയൊരു സന്ദേശം, ഇപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ കോളേജിൻ്റെ ഒക്കെ മേലെ ഈ ചെറുക്കന്മാർ ചെയ്യുന്ന, ചെറുപ്പക്കാർ ചെയ്യുന്ന, കോളേജ് കുട്ടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഓണത്തിൻ്റെ ഒരു സംഭവങ്ങൾ താഴത്തേക്ക് അവർ ഒരു ഫ്ലെക്സ് ഉരുട്ടി വിടുകയും അതിൽ ആർക്കുകയും അട്ടഹാസിക്കുകയും ചെയ്യുന്ന, അന്ന പോലെ തന്നെ റബീഉൽ അവ്വലിൻ്റെ ആ ഒരു സന്ദേശം അതുപോലെ ഒരു ചെയ്തിട്ട് താഴേക്കിടുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ചില പ്രവർത്തനങ്ങൾ ഹബീബിനോടുള്ള മഹബത്താണ്. ഇതും നമ്മളൊരു ഉത്സവമോ അല്ലെങ്കിൽ വലിയൊരു സംഭവമാക്കിയിട്ട് നമ്മളാക്കാം. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹമാണ്. അതിൽ ഉസ്താദന്മാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ കമ്മിറ്റിക്കാരും ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദഫ്, ഇന്ന് ഡാൻസ് ആണോ ദഫാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ റബീഉൽ അവ്വലിനെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്, ദഫൊക്കെ. അപ്പോൾ അതൊക്കെ കമ്മിറ്റിക്കാരാണ് ആ വിഷയത്തിലൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ടത്. പല സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നേർച്ചകൾ നടക്കുമ്പോൾ പൂരമാണോ നേർച്ചയാണോ എന്നറിയാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ടൊക്കെ നഷ്ടമായിരിക്കാണ് പരിശുദ്ധ ദീനുമായിട്ട് നടക്കുന്ന നമുക്ക് തന്നെയാണ്, ദീനിൻ്റെ അകലിക്കാർക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇങ്ങനത്തെ ഓരോന്ന് പേക്കൂത്തുകൾ, ഇങ്ങനൊക്കെ ഓരോന്ന് ദീനിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ പരിശുദ്ധ ദീനിനെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദീനിനെ എങ്ങനെയൊക്കെ ചവിട്ടിത്തേക്കാം, അല്ലെങ്കിൽ ആ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചവരെ എങ്ങനെ ചവിട്ടിത്തേക്കാമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ. പക്ഷെ അവർക്കൊക്കെ ഇതൊരു വളമയാണ്, ഒരു കാരണമാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക, നമ്മളൊന്ന് ചിന്തിക്കുക. എന്നിട്ടും ആവട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ സഞ്ചാരങ്ങളും നമ്മൾ കൊണ്ട് നടത്തേണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്കൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തുന്ന ഈ ഒരു നന്മയാർന്ന പ്രവർത്തനം, അത് ഒരു സലഫിക്ക് പോലും, ഒരു മുജാഹിദ്, ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് പോലും, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വാക്ക് പറയാനില്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ റാലിയും, നമ്മുടെ അതുപോലെ തന്നെ ഘോഷയാത്രയും, അതുപോലെ തന്നെ കുട്ടികളുടെ പാട്ടും പ്രസംഗവും ദഫും കാര്യങ്ങളൊക്കെ. ഇതിനെ നോക്കൂ നിങ്ങൾ, ഇതിനെ എത്രത്തോളം വിമർശകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ പുറത്തിറക്കാതിരിക്കുക. സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മിലേക്കൊരു നോട്ടം നോക്കുന്നുണ്ട്. ഈ മദ്രസയിലേക്കും ദീനിലേക്കും ഉസ്താദന്മാരിലേക്കും ഒക്കെ നോക്കാൻ ഇന്ന് ഒരുപാട് കണ്ണുകളുണ്ട്. കാരണം നന്മ കിട്ടാൻ ആഗ്രഹിക്കുന്ന പല ഹൃദയങ്ങളും പല കണ്ണുകളും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവരാ നന്മ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർക്കത്, അതായത് വിമർശനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണിത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് പലരും പറയുമ്പോൾ അതിലേക്കൊക്കെ ചായ്ഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ പുതിയ തലമുറ മാറിപ്പോകും.
ഇപ്പം തന്നെ ഈ ഒരു റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പല പല ആളുകൾ പല സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ദീനിന് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അല്ലെങ്കിൽ റബീഉൽ അവ്വലുമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങളാകുമ്പോൾ ഇന്ന് പല ആളുകൾ ഇത് നടത്തുന്ന ആളുകൾ തന്നെ പലതും പലരിൽ നിന്ന് കടമെടുക്കുകയാണ്. അങ്ങനെ കടമെടുത്തി ആ ഒരു പൈതൃകം ഉണ്ടല്ലോ നമുക്ക്, ആ പൈതൃകവും അതുപോലെ തന്നെ ഇതുവരെ പോന്നിരുന്നൊരു ശൈലിയുണ്ട്, അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ന്യൂജൻ രീതികളെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ചില ചെറുപ്പക്കാർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ പേക്കൂത്തുകളായി മാറുമ്പോഴാണ് അവർ പറയുന്നതാണ് ശരി, ഈ റബീഉൽ അവ്വലൊന്നും ഒന്നിനും പറ്റൂല, അത് ശിർക്കാണ്, അതൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് എന്നുള്ള മൈൻഡിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ വളരും. അപ്പോൾ നോക്കൊണ്ടു അവർക്ക് റബീഉൽ അവ്വൽ ഇല്ലാത്ത കാര്യങ്ങൾ ഓണം വരുമ്പോൾ ഉണ്ടാകും. ഈ റബീഉൽ അവ്വലിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ റമളാനിലില്ലാത്ത, പെരുന്നാളിലില്ലാത്ത ഒരു ആർജവും സ്നേഹവും അത് മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ മറ്റു ആ പേക്കൂത്തുകളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനകത്ത് വരും. അല്ലെങ്കിലോ മറ്റു മതസ്ഥ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും വരുമ്പോൾ അതിനകത്ത് വരും. ഒന്നാലോചിക്കണം നമ്മൾ ആ വിഷയം അല്ലേ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, കല്യാണം നടക്കുന്ന ഒരു ഓഡിറ്റോറിയം, ഇന്നൊരു മുസ്ലിം കല്യാണത്തിൻ്റെ അവസ്ഥ എന്താണ് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്നത് തലയിൽ കെട്ടിയ മൂല്യമാർ വരെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടത് അല്ലേ. നോക്കൂ നിങ്ങൾ, എന്നാൽ ഹിന്ദുക്കളായ ഒരാളുടെ ഒരു വിവാഹം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. നമ്മളൊരു വിവാഹം എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും തീപ്പൊരി പൊന്തലും ഒരു തോക്ക് പിടിച്ചിട്ട് അതിൻ്റെ വർണ്ണ കടലാസുകൾ പോകും, അങ്ങനെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ടാണ് പല ആളുകളുടെയും വിവാഹം നടക്കുന്നത്. എന്നാൽ ഒരു നിക്കാഹിൻ്റെ വേദി ഒരു ഹൈന്ദവനായ സഹോദരൻ്റെ, ഒരു ക്രൈസ്തവ സഹോദരൻ്റെയോ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. കാരണം അത് അവരുടെ പള്ളിയിൽ വെച്ച് നല്ല റാഹത്തായി നല്ല രൂപത്തിൽ നടത്തുന്ന ഒരു നിക്കാഹ് ചടങ്ങായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരിക്കലും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശുദ്ധ ദീനിനെ പറയിപ്പിക്കുന്ന രൂപത്തിൽ, ഈ പുണ്യമാസത്തെ പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ കൊണ്ടുവരാതിരിക്കുക, ഇല്ലാതെയാക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റബ്ബ് നമുക്കതിൻ്റെ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.